ഹലോ, ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെയുള്ളത് ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ്. എപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ പോവാറുള്ളത്. ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏറെ വൈകാതെ തന്നെ ഞങ്ങൾ വടകരയിൽ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ് എത്തി കേട്ടോ. അപ്പോൾ ബസ്സിലൊരു 39 ഫാമിലികളുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പാട്ടെല്ലാം പാടി ഡാൻസ് എല്ലാം കളിച്ച് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അപ്പോൾ ഏറെ വൈകാതെ തന്നെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. നേരെ കോയമ്പത്തൂരിലേക്ക് എത്തി. അവിടെയാണ് ഞങ്ങൾക്ക് റൂമെല്ലാം അവർ സെറ്റാക്കി തന്നിരിക്കുന്നത്. ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ പേര് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കീ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ സീനെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വെട്ടം സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ കല്യാണ പാർട്ടിയായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കീ വിളിച്ച് തരുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു സീനാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങളുടെ റൂമെത്തി. അപ്പോൾ അതെന്തോ ലൈറ്റ് ആദ്യം ഒന്നും കത്തുന്നുണ്ടായിരുന്നില്ല, പിന്നീട് ഓക്കെ ആയി കേട്ടോ. അങ്ങനെ ഇപ്പോൾ റൂമിലേക്ക് കയറുകയാണ്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ഫ്രിഡ്ജും പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ റൂമിൽ അധികം സ്റ്റേ ചെയ്യാൻ പറ്റില്ല, കാരണം തിരിച്ച് നേരെ ഇനി റിസപ്ഷനിലേക്ക് പോകാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം ഓടാനുണ്ട് റിസപ്ഷനിലേക്ക്. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ എല്ലാവരും ടയേർഡായിരുന്നു, കാരണം പുലർച്ചെ ഒരു 6:30 വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു 9 മണി ഒക്കെ ആയിട്ടുണ്ടാവും. നല്ല ടയേർഡാണ്. അപ്പോൾ നേരെ ഞങ്ങൾ റിസപ്ഷനിലെത്തി കേട്ടോ. അപ്പോൾ റിസപ്ഷൻ ഒരുവിധം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ എൻഡിങ് ആയി തുടങ്ങിയിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഇപ്പം ഞങ്ങൾ നേരെ പോയത് ആദ്യം എന്താ പറയുക അവിടെ എൻജോയ് ചെയ്യാൻ പറ്റാൻ വിശപ്പ് തുടങ്ങി. അന്നേരം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രാഹ്മൺ സ്റ്റൈൽ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു ഫുഡെല്ലാം. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ അതിനിടയിൽ മോനെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഒച്ചയും ബഹളമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഒരുപാട് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ നമ്മൾ തിരിച്ച് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിട്ട് അവസാനം ഞങ്ങൾ ലേറ്റായിട്ടാണ് ഫുഡ് എത്തിയത്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ എൻഡിങ്ങിലായി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ DJ പാർട്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് DJ പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു, തമിഴ് പാട്ടായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, പ്രായമേധ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും യൂത്തന്മാരും പ്രായമായ ആൾക്കാരും ഒക്കെയാണ്, ഫുൾ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും എല്ലാവരും കൂടി ആസ്വദിച്ച് നല്ല അടിച്ച് പൊളിച്ച് കളിച്ചു. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ അനിയൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ കാണുന്നത്, കാരണം ഞാനിവരൊന്നും കണ്ടിട്ടില്ല. കാരണം എനിക്കിപ്പോഴാണ് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയമായിട്ട് വരുന്നത്, ഏട്ടൻ്റെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോഴാദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ അടിപൊളിയായിരുന്നു, വർത്തനൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ കളിച്ച് അവസാനം മോൻ വന്നിട്ട് സ്റ്റേജിൽ കയറി കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം കുറേ പേര് ടയേർഡായി തുടങ്ങും. പിന്നെ അവർ വന്നിട്ട് പാട്ട് കേൾക്കുമ്പോൾ പിന്നെയും എഴുന്നേറ്റിരുന്ന് കളിക്കും. എനിക്കും കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം എനിക്ക് കളിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഹരം കയറി എൻ്റെ മോൻ സ്റ്റേജിൽ കയറി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ കളികളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളും ഇരുന്നു. അതിനിടയിൽ പിന്നെ അവനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ കൂട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന പോലെ ഒന്നും അവൻ അനുസരിക്കാറില്ല. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ വിടും. അപ്പോൾ പിന്നെ അറിയാത്തൊരു സ്ഥലമായതുകൊണ്ട് അവൻ്റെ പുറകിൽ തന്നെ ഞാനും ഓടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നിയന്ത്രണത്തിലൊന്നും അവനെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല DJ പാർട്ടി നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നടന്നു. അപ്പോൾ ഇതിനിടയിൽ ചെക്കനും പെണ്ണൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവരെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേറ്റ് അവിടെ പോയി എടുക്കാനുള്ള ഒരു എന്താ പറയുക, അത്രയ്ക്കും ടയേർഡായിരുന്നു ഞങ്ങളെല്ലാവരും. കാരണം രാവിലെ മുതൽ കയറിയതല്ലേ ബസ്സിൽ. അപ്പോൾ ആ ഒരു ടയേർഡ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങണം. അപ്പോൾ നാളെ രാവിലെയാണ് കേട്ടോ കല്യാണം. എനിക്ക് തോന്നുന്നു 6 മണിക്കേറ്റ് അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.